ഇതിന്റെ എഫിഷ്യൻസിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡ് ഇതിന്റെ കൂടുതൽ ഒരുപാട് ആക്സസറീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് സെറ്റപ്പ് ചെയ്യാൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൈഫൈ എക്സ്റ്റൻഡറുകളും അതുപോലെ തന്നെ വൈഫൈ ആക്സസ് പോയിന്റുകളും രണ്ടിൻ്റെയും പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള വൈഫൈ കവറേജിനെ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ രണ്ട് ഡിവൈസുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതിൻ്റെ വർക്കിങ്ങിനകത്ത്. ഇതിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് വയർലെസ് എക്സ്റ്റൻഡർ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡിവൈസ് പറഞ്ഞാൽ ഡീലിങ്ങിൻ്റെ DAP1325 എന്ന് പറഞ്ഞ മോഡൽ നമ്പറിൽ വരുന്ന ഒരു വയർലെസ് എക്സ്റ്റൻഡറാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് മാത്രമല്ല, ഒരുപാട് കമ്പനികളുടെ ഡിവൈസുകൾ വരുന്നുണ്ട്. എന്തായാലും വയർലെസ് എക്സ്റ്റൻഡറുകൾ ജനറലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തത്വം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വൈഫൈ കവറേജ് നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ വൈഫൈ റൗട്ടർ ഉണ്ട്, ആ റൗട്ടറിൽ നിന്ന് ഒരു കവറേജ് നമുക്കുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ദൂരത്തേക്ക് നമുക്ക് സിഗ്നൽ കിട്ടണം എന്നുള്ള ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ നമ്മൾ ഏത് ഡിവൈസ് ആണെങ്കിലും നമ്മൾ എടുക്കുന്നത്, ആക്സസ് പോയിന്റ് ആണെങ്കിലും എക്സ്റ്റൻഡർ ആണെങ്കിലും. അപ്പോൾ വയർലെസ് എക്സ്റ്റൻഡർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു വയർലെസ് പരിധിക്കുള്ളിൽ നമ്മളിത് കൊണ്ടുവയ്ക്കണം. അതിനുശേഷം കുറച്ചും കൂടെ ദൂരത്തേക്ക് ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അതായത് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന വൈഫൈ ഡിവൈസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വൈഫൈ റൗട്ടറുമായിട്ട് ഈ ഒരു ഡിവൈസ് വയർലെസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പ്രത്യേകം ഓർക്ക് വയർലെസ് ആയിട്ട്, അല്ലാതെ വയർ വലിച്ചിട്ട് നമ്മൾ ആ മെയിൻ റൗട്ടറുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മോഡവുമായിട്ട് ഒരു കണക്ഷൻ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആക്സസ് പോയിന്റുകൾ നമ്മൾ കേബിൾ വലിച്ചിട്ടാണ്, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള റൗട്ടറുമായിട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്കുമായിട്ട് നമ്മളൊരു കേബിൾ വലിച്ചിട്ടാണ് കണക്ട് ചെയ്യണത്. എന്നിട്ട് ഈ ഡിവൈസ് എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും അത് വയർലെസ് ആക്കി തരും. അതായത് നിങ്ങളിങ്ങനെ ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഒരു താഴത്തെ ബെഡ്റൂമിലായിട്ടോ അല്ലെങ്കിൽ താഴെ ലിവിങ് റൂമിലായിട്ടോ നിങ്ങൾക്ക് ഒരു വൈഫൈ റൗട്ടർ ഉണ്ട്. ആ റൗട്ടറിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് ഒരു നെറ്റ്വർക്ക് കേബിൾ വലിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ നിലയിലേക്ക്, നിങ്ങളുടെ സെക്കൻഡ് ഫ്ലോറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സസ് പോയിന്റ് മെത്തേഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ആ നെറ്റ്വർക്കിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു പുതിയ നെറ്റ്വർക്ക് ആയിരിക്കും, ഒരു പുതിയ വയർലെസ് നെറ്റ്വർക്ക് ആയിരിക്കും രണ്ടാമത്തെ നിലയിൽ നിങ്ങൾ ഫോം ചെയ്യുന്നത്. പക്ഷേ അതേസമയം എക്സ്റ്റൻഡർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതേ നെറ്റ്വർക്കിൻ്റെ പരിധി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ വൈഫൈ എടുക്കുന്ന സമയത്ത് ഒരു പേര് കാണിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് SSID, സെക്യൂർ സോക്കറ്റ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസാണ് നമ്മൾ എക്സ്റ്റൻഡർ ആണ് വെക്കുന്നതെങ്കിൽ അതേ പേര് തന്നെയായിരിക്കും നമ്മുടെ ഫോണിൽ കാണിക്കുന്നത്. അതേസമയം എക്സ്റ്റൻഡർ അല്ല, നമ്മൾ ആക്സസ് പോയിന്റ് ആണ് വെക്കുന്നതെങ്കിൽ മറ്റൊരു വയർലെസ് നെറ്റ്വർക്ക് ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് വേറൊരു പേരായിരിക്കും അവിടെ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. എക്സ്റ്റൻഡർ നമ്മൾ വയ്ക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പെർഫോമൻസ് ഇൻക്രീസ് ആവില്ല. കാരണം ഇത് നമ്മുടെ ഇപ്പോൾ ഉള്ള ആ ഒരു വയർലെസ് നെറ്റ്വർക്കിൻ്റെ ദൂരപരിധി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വെച്ചത്. അപ്പോൾ ഈ ഡിവൈസ് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ഒരു ഡിവൈസിലേക്ക് വരുന്ന വൈഫൈ സിഗ്നൽസിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യും, ഒന്ന് സിഗ്നലിനൊന്ന് ബൂസ്റ്റ് ചെയ്യും, എന്നിട്ട് പിന്നെയും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ആണെങ്കിലും ഡിലേ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലുള്ള ഡിവൈസ് വയ്ക്കുമ്പോൾ ഞങ്ങൾ കണ്ടേക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു 50% അല്ലെങ്കിൽ 60% വേഗത മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഇപ്പം ഇരിക്കുന്ന നെറ്റ്വർക്കിനേക്കായും ഒരു 50% നമുക്ക് വേഗത കുറയും എന്നർത്ഥം. പക്ഷേ അതേസമയം നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മുടെ ഈ ആക്സസ് പോയിന്റുകളാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ വേഗത കുറയില്ല. കാരണം നമുക്കിപ്പോൾ എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വേഗത തന്നെ നമ്മുടെ ഈ ഒരു ഡിവൈസിലേക്ക് വരാൻ കാരണം എന്താണ്, വയേർഡ് ആയിട്ടുള്ളൊരു കണക്ടിവിറ്റിയാണ് നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അതായത് പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്സസ് പോയിന്റ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൂലയിലേക്ക്, നമ്മുടെ വീട്ടിലൊരു ലിവിങ് റൂം ഉണ്ട്, അവിടെ നമ്മളൊരു മൂലയിലേക്ക് മാത്രം നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്യാം. പക്ഷേ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരു ഓഫീസ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട വലിയ ഡാറ്റാബേസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു സാധനം പോയി പർച്ചേസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് എപ്പോഴും ദോഷം ഉണ്ടാക്കുകയുള്ളൂ. കാരണം വെറുതെ നിങ്ങളുടെ കാശ് പോവുള്ളൂ. ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 3696 ആണെങ്കിലും ഇതിനൊരു 2100 രൂപയൊക്കെ ഉള്ളൂ ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് എക്സ്റ്റൻഡറിൻ്റെ വില. പക്ഷേ അതേസമയം ആക്സസ് പോയിന്റ് ഒരു 3500-4000 രൂപയിലൊക്കെ ആണെങ്കിൽ തുടങ്ങുന്നത്, അതിൻ്റെ റേറ്റ് അത്രയാണ്
നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു പുതിയ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഏഷ്യനെറ്റിൻ്റെയോ അതുപോലെ തന്നെ ജിയോയുടെയോ എയർടെലിൻ്റെയൊക്കെ ഇൻ്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ മോഡത്തിനൊരു പരിധിയുണ്ട്. നമ്മൾ എവിടെയാണോ മോഡം കൊണ്ടുവയ്ക്കുന്നത് ആ മോഡത്തിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കാണ് അവർ ആ തരുന്ന റൗട്ടറിന് ആക്സസ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കവറേജ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്കോ മറ്റ് റൂമുകളിലേക്കൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വൈഫൈ ആക്സസ് പോയിന്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വൈഫൈ ആക്സസ് പോയിന്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീട് പണിയുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾ അത് കണക്ക് കൂട്ടിക്കൊണ്ട് നെറ്റ്വർക്ക് കേബിളുകൾ വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റൂമുകളിലേക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലുള്ള ആ ഒരു ലിവിങ് റൂമിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പരിധി നമുക്ക് എല്ലാ ഏരിയസും നമ്മുടെ വീടിൻ്റെ മുക്കും മൂലയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വൈഫൈ കവറേജ് കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റലേഷൻ വേണമെന്നുണ്ടെങ്കിലും ഗൈഡ് ലൈൻസ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.